ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് എന്താണ് പരിപാടി? യെസ്, വല്ലതും കിട്ടുമോ? ഗപ്പ് കിട്ടുമോ? ഗപ്പ്. കഴിഞ്ഞ പ്രാവശ്യം ട്രോഫി കിട്ടിയായിരുന്നു. ഈ വർഷം വല്ലതും കിട്ടുമോ അമ്മു? അമ്മു ഈ വർഷം ആദ്യമായിട്ട് കേട്ടോ ടൂർണമെന്റ് അല്ലേ അമ്മു? അമ്മുവിന്റെ ഫസ്റ്റ് ടൂർണമെന്റ്. അങ്ങനെ രാവിലെ ഒരു 8:30 ആയപ്പോഴത്തേക്കിനും ഞാനും അമ്മുക്കുട്ടിയും പാറക്കുട്ടിയും ഒക്കെ കൂടെ YMCA എത്തിയിട്ടുണ്ട് കേട്ടോ. കടവന്ത്രയിലാണ്. ഇവിടെയാണ് കേട്ടോ പാറക്കുട്ടിയും അമ്മുക്കുട്ടിയൊക്കെ കരാട്ടെ പഠിക്കുന്നത്. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കിനും ഒരുപാട് ഡോജോയിലുള്ള കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ക്യൂ നിൽക്കുകയാണ് കേട്ടോ. ചെസ് നമ്പർ വാങ്ങാനായിട്ട് ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ അതേ നമ്മളും പോയി ക്യൂ നിൽക്കണം. എവിടെ നിന്നാണ് തുടങ്ങുന്നത് നോക്കി ഇങ്ങനെ തപ്പി നടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പാറക്കുട്ടിയും അമ്മുക്കുട്ടിയും ചെസ് നമ്പർ വാങ്ങാനായിട്ട് ക്യൂ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സൈഡിൽ ട്രോഫികൾ ഇങ്ങനെ നിരത്തി പിടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്തവണത്തെ ട്രോഫി. അങ്ങനെ ട്രോഫിയുടെ സൗന്ദര്യമൊക്കെ കണ്ട് ആസ്വദിച്ച് ദൈവമേ 2 കുട്ടികൾക്കും കിട്ടണമെന്നൊക്കെ പ്രാർത്ഥിച്ചത് വീണ്ടും ഞാൻ പാറക്കുട്ടിയുടെയും അമ്മുക്കുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 പേരും ക്യൂ നിന്ന് ഏകദേശം മടുത്തിട്ടുണ്ട്. കുറേ നേരമായി കേട്ടോ ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട്. വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. രാവിലെ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമല്ല കേട്ടോ ഇറങ്ങിയത്. അങ്ങനെ പാറക്കുട്ടി നടന്ന് ചെസ് നമ്പർ വാങ്ങി. അടുത്ത അമ്മുക്കുട്ടി വാങ്ങുകയാണ് കേട്ടോ. അങ്ങനെ അമ്മുക്കുട്ടിയുടെ അടുത്ത് അവർ പേരൊക്കെ ചോദിക്കുകയാണ്. അമ്മുക്കുട്ടി എല്ലാം പറഞ്ഞൊക്കെ കൊടുത്തു കേട്ടോ. അമ്മുക്കുട്ടിക്ക് ചെസ് നമ്പർ കിട്ടി. പാറക്കുട്ടിക്ക് ആദ്യമേ കിട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മുക്കുട്ടിക്ക് പാറക്കുട്ടി കുത്തി കൊടുത്തു. പാറക്കുട്ടിക്ക് ഞാനാണ് കേട്ടോ പിൻ ചെയ്ത് കൊടുത്തത്. അങ്ങനെ ചെസ് നമ്പറൊക്കെ പിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മുക്കുട്ടി ഹാപ്പിയായി. 2 പേരും 2 പേരുടെയും സ്ഥലത്ത് പോയിരിക്കുന്നുണ്ട് കേട്ടോ. അമ്മുക്കുട്ടി യെല്ലോ ബെൽറ്റ് ആയതുകൊണ്ട് യെല്ലോ ബെൽറ്റിൻ്റെ റോയിലേക്ക് പോവുകയാണ്. പാറക്കുട്ടി പർപ്പിൾ ബെൽറ്റിൻ്റെ റോയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ചെസ് നമ്പർ കിട്ടിയ കുട്ടികൾ ഇങ്ങനെ നേരത്തെ പിടിച്ചിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് അമ്മുക്കുട്ടി വെള്ളം കുടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. പാവം നല്ലതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു കേട്ടോ. പാറക്കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കാൻ പറ്റിയില്ല. പാറക്കുട്ടി ആ ഒരു സ്ഥലത്തായത് കാരണം എണീറ്റ് വരുന്നൊന്നുമില്ലായിരുന്നു. അമ്മുക്കുട്ടി ഇങ്ങനെ ഇടയ്ക്ക് വന്നപ്പോഴത്തേക്കിനും അമ്മുക്കുട്ടിക്ക് ഞാൻ ഫുഡ് കൊടുത്തായിരുന്നു കേട്ടോ. അമ്മുക്കുട്ടി അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനത്തെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് വീണ്ടും ആ ഒരു സീറ്റിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. ടൂർണമെൻറ്റ് ഇതുവരെ തുടങ്ങിയിട്ടില്ല. എല്ലാവരും വന്നു. ഇനാഗുറേഷൻ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇനാഗുറേഷൻ നടന്നു. ഈശ്വര പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ പ്രെയർ സോങ് കഴിഞ്ഞു, ഇനാഗുറേഷൻ കഴിഞ്ഞു. സംസാരിക്കുന്നതാണ് കേട്ടോ പാറക്കുട്ടിയുടെയും അമ്മുക്കുട്ടിയുടെയും കരാട്ടയുടെ സാറ്. അമ്മുക്കുട്ടി ഇടയ്ക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. അമ്മുക്കുട്ടിക്ക് അവിടെ ഇരുന്നിട്ട് ബോറടിക്കുന്നുണ്ട് കേട്ടോ. അമ്മുക്കുട്ടിക്ക് എൻ്റെ അടുത്ത് വന്നിരിക്കണമെന്നുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് അങ്ങനെ വന്നിരിക്കാൻ പറ്റത്തില്ല. കാര്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള കുട്ടികളെ നേരത്തിരിക്കുകയാണ് കേട്ടോ. അമ്മുക്കുട്ടി പാവം അവിടെ നിന്ന് എന്തൊക്കെയോ ആക്ഷൻസ് കാണിക്കുന്നുണ്ട്. പാറക്കുട്ടി പർപ്പിൾ ബെൽറ്റ് ആയതുകൊണ്ട് അങ്ങേയറ്റത്താണ് കേട്ടോ. അപ്പോൾ എനിക്ക് പാറക്കുട്ടീനെ അങ്ങനെ കാണാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ കരാട്ടെ ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കാണാനുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്മുക്കുട്ടി വീണ്ടും വരുന്നുണ്ട് കേട്ടോ. വെള്ളം കുടിക്കാൻ വന്നതാണ്. അങ്ങനെ പെട്ടെന്ന് അമ്മുക്കുട്ടിയുടെ ആ ഒരു ടൂർണമെൻറ്റിൻ്റെ ടൈം എത്തി കേട്ടോ. അമ്മുക്കുട്ടിയുടെ കോമ്പറ്റീഷനിൽ അമ്മുക്കുട്ടി ചതങ്ങിയെന്നും പറഞ്ഞാണ് കേട്ടോ ചെയ്യുന്നത്. അമ്മുക്കുട്ടി നല്ല നെർവസ് ആയിരുന്നു.
എന്താണെന്നറിയില്ല, ടൂർണമെൻ്റ് രണ്ടുപേർക്കും നല്ല ടെൻഷനായിരുന്നു കേട്ടോ. അമ്മുക്കുട്ടിക്ക് എന്തോ ഭയങ്കര പേടിയായിരുന്നു, പാറുക്കുട്ടി ഭയങ്കര നെർവസ് ആയിരുന്നു കേട്ടോ. എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. ചിലപ്പം കോമ്പറ്റീഷനൊന്നും പങ്കെടുത്തിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം. അമ്മുക്കുട്ടിയുടെ ഫസ്റ്റ് ടൂർണമെൻ്റ് ആണ് കേട്ടോ. അങ്ങനെ എന്തായാലും അമ്മുക്കുട്ടിക്ക് തേർഡ് കിട്ടിയിട്ടുണ്ട്, പാറുക്കുട്ടിക്ക് സെക്കൻഡാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഞാൻ രണ്ടുപേരുടെയും ഷോർട്സ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അമ്മുക്കുട്ടി ദേവയുടെ ട്രോഫിയൊക്കെ പിടിച്ച് ഹാപ്പി ആയി നിന്ന സമയത്താണ് കേട്ടോ പാറുക്കുട്ടിയുടെ ടെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് നടക്കുന്നതനുസരിച്ച് ഇങ്ങനെ പാർട്ടിസിപ്പൻസിന് സമ്മാനം കൊടുത്തു പോവുകയായിരുന്നു കേട്ടോ. അങ്ങനെ പാറുക്കുട്ടിയും ഒരു പരുവത്തിനൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പാറുക്കുട്ടിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ, അമ്മുക്കുട്ടിയെക്കാളും പേടിയായിരുന്നു പാറുക്കുട്ടിക്ക്. പാറുക്കുട്ടി അങ്ങനെ പേടിക്കുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. അങ്ങനെ വലിയ ടെൻഷനൊന്നും ഇല്ലാത്ത കൂട്ടത്തിലാണ്. എക്സാമിനൊന്നും അത്ര ടെൻഷനൊന്നും ഇല്ല, പക്ഷേ ഇതിനെന്തോ പാറുക്കുട്ടിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഉച്ചയൊക്കെ ആയി കേട്ടോ. അപ്പോഴേക്കും അമ്മുക്കുട്ടി ക്ഷീണിച്ച് കിടപ്പായി. അമ്മുക്കുട്ടി എത്ര വിളിച്ചിട്ട് അമ്മുക്കുട്ടി എണ്ണിക്കുന്നില്ലായിരുന്നു കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഈ ഒരു ടൂർണമെൻറ്റിന് പോകാനായിട്ട് അമ്മുക്കുട്ടി കുറച്ച് വെളുപ്പിന് എണീറ്റായിരുന്നു കേട്ടോ, റെഡിയായി വരാനായിട്ട്. അപ്പോൾ അത് കാരണം അമ്മുക്കുട്ടിയുടെ ഉറക്കം അത്ര ശരിയായില്ലായിരുന്നു. അങ്ങനത്തെ ക്ഷീണം വന്ന് കിടക്കുകയാണ് കേട്ടോ. എത്ര ക്ഷീണിച്ച് കിടക്കുകയാണെങ്കിലും അമ്മുക്കുട്ടിയുടെ ട്രോഫി ഇട്ടൊരു കടയില്ല ഗെയ്സ്, അത് ഞാൻ പിടിച്ചോളാമെന്നൊന്നും പറഞ്ഞിട്ട് അമ്മുക്കുട്ടി എൻ്റെ തരുന്നില്ലായിരുന്നു കേട്ടോ. അമ്മുക്കുട്ടി അതിനെയും പിടിച്ച് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോഴേക്കും ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ പാർട്ടിസിപ്പൻസിനുള്ള ഫുഡ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാറുക്കുട്ടി ഫുഡിൻ്റെ കൂപ്പണൊക്കെ വാങ്ങി അമ്മുക്കുട്ടി ഫുഡിൻ്റെ കൂപ്പൺ വാങ്ങാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. പാറുക്കുട്ടി അപ്പോൾ ഫുഡ് കൂപ്പണൊക്കെ മേടിച്ച വലിയ സന്തോഷമൊന്നും ഇല്ലാതെയാണ്. കാരണം എന്താണെന്നറിയോ, ഫുഡ് എന്തായിരുന്നെന്നറിയോ, ചോറും അവിയൽ, സാമ്പാർ, തോരൻ, പിക്കിൾ അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. നോൺ അല്ലായിരുന്നു, വെജും കൂടി ആയിരുന്നു. അതുകൊണ്ട് പാറുക്കുട്ടിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു കേട്ടോ. ഞാൻ കൂപ്പണൊന്നും വാങ്ങുന്നില്ല, എനിക്ക് ഫുഡൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു എന്തായാലും വാങ്ങാം, നമുക്ക് കഴിക്കാം, നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മുക്കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു വിഷയമല്ല. അമ്മുക്കുട്ടി ഹാപ്പി ആയിട്ട് പോയി ചോറൊക്കെ വാങ്ങി. അമ്മുക്കുട്ടിക്ക് വേറെ കറിയൊന്നും വേണ്ട, സാമ്പാറും പപ്പടവും മതി എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മുക്കുട്ടി സാമ്പാർ വാങ്ങി. പാറുക്കുട്ടി പപ്പടം മാത്രമേ വാങ്ങിയുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ മോരും ഒന്നും വേണ്ട, പിന്നെ പപ്പടം ചോദിച്ച് മേടിച്ച് കേസ് മറന്നു പോയായിരുന്നെന്ന് തോന്നുന്നു. അങ്ങനെ അമ്മുക്കുട്ടി ഹാപ്പി ആയിട്ട് ചോറും കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ അമ്മുക്കുട്ടിയും കഴിച്ചില്ല കേട്ടോ. എന്തോ അമ്മുക്കുട്ടിക്ക് ആ ഒരു സാമ്പാറൊന്നും ഇഷ്ടപ്പെട്ടില്ല. ആദ്യമായിട്ടാണ് അമ്മുക്കുട്ടി ഒരു സാമ്പാർ കൊള്ളൂല, എനിക്ക് വേണ്ടെന്നൊക്കെ പറയുന്നത് ഞാൻ കാണുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും മറ്റ് പാർട്ടിസിപ്പൻസിനൊക്കെ പ്രൈസ് കൊടുത്തായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയ നേരമായിരുന്നു. പിന്നെ പാറുക്കുട്ടിക്ക് തന്നെയായിട്ട് സമ്മാനമൊക്കെ കിട്ടി. വിഷമിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ, ആ ക്യാൻറ്റീനിൽ നിന്ന് പാറുക്കുട്ടിക്ക് ഞാൻ ജ്യൂസ് വാങ്ങിക്കൊടുത്തില്ല, ജ്യൂസ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ.
അപ്പോൾ അതിൻ്റെ വിഷമത്തിലാണ് പാറുക്കുട്ടി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. അങ്ങനെ എന്തായാലും സമ്മാനമൊക്കെ പിടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. പാറുക്കുട്ടി അടുത്ത് ഞാൻ വാങ്ങിക്കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പാറുക്കുട്ടിക്ക് ഒരു സമാധാനം ഇല്ലായിരുന്നു കേട്ടോ. പാറുക്കുട്ടി എന്തോ ആകെ സങ്കടത്തിലായിരുന്നു. അങ്ങനെ നടന്ന് ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ ഏകദേശം ഒരു 3 മണിയൊക്കെ കേട്ടോ. രാവിലെ പോയതായിരുന്നു. ആ സമയത്ത് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അമ്മുക്കുട്ടിയെ വീട്ടിൽ കൊണ്ടുവിട്ടായിരുന്നു കേട്ടോ. അമ്മുക്കുട്ടിയുടെ കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പോൾ അമ്മുക്കുട്ടി വെറുതെ അവിടെ ഇരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്മുക്കുട്ടിയെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിട്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്കിനും പപ്പ നിൽപ്പുണ്ടായിരുന്നു. പപ്പയെ കണ്ടപ്പോഴത്തേക്കിനും പാറുക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. ട്രോഫിയൊക്കെ കാണിച്ചു, സർട്ടിഫിക്കറ്റൊക്കെ കാണിച്ചു. പപ്പയും പർപ്പിൾ ബെൽറ്റാണ് കേട്ടോ. പിന്നെ എന്തോ പോകാൻ പറ്റിയിട്ടില്ല, ഓഫീസിൻ്റെ ടൈമിംഗ് ഒക്കെ ശരിയാവാത്തതുകൊണ്ട് ഈ ഒരു കരാട്ടേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് പർപ്പിൾ ബെൽറ്റിൽ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിഷമിച്ചിരുന്ന പാറുക്കുട്ടിക്ക് ചാർക്കോളിൽ നിന്ന് മന്തി വാങ്ങിക്കൊടുത്തു. പാറുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മന്തി. അപ്പോൾ ജ്യൂസിൻ്റെ വിഷമമൊക്കെ പാറുക്കുട്ടിക്ക് പമ്പ് കടന്നിട്ടുണ്ട്. അപ്പോൾ ആ വന്ന ആൾ വഴി തെറ്റിപ്പോയെന്നൊക്കെ പറഞ്ഞപ്പോൾ പാറുക്കുട്ടി അത് കേട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ട്രോഫിയൊക്കെ പിടിച്ച് കുഴിമന്തിയൊക്കെ പിടിച്ച് സന്തോഷമായിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇത്രയുള്ള വീഡിയോ. ടാറ്റാ.